ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിടയ്ക്ക് സ്റ്റേജ് സ്പ്രോക്കറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം മാറിയതിന് ശേഷം ആ ഫ്രണ്ട് ഇന്നർ സ്പ്രോക്കറ്റിൻ്റെ അവിടെ നിന്ന് ചെറിയ സൗണ്ട് വരുന്നുണ്ട്. അതൊന്ന് സർവീസ് സെൻ്ററിൽ കാണിക്കണം. അകത്ത് ഷാഫ്റ്റ് പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥയെന്ന് പറയുന്ന പോലെ എവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ടോ അത് ഉറപ്പായിട്ടും നമ്മൾ പോകുമ്പോൾ അടച്ചിട്ടിരിക്കും. അങ്ങനെ റെയിൽവേ ഗേറ്റിലെ യുദ്ധമെല്ലാം കഴിഞ്ഞ് നേരെ സർവീസ് സെൻ്ററിലോട്ടുള്ള പരക്കം പച്ചിലാണ്. അങ്ങനെ നേരെയുള്ള വെയിലെല്ലാം കൊണ്ട് കരിഞ്ഞ് കരുവാടായി സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അല്ല ചേച്ചി, ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ചേച്ചിയുടെ സാറ് വിളി ഞാൻ കൃതാർത്ഥനായെങ്കിലും ചെക്ക് ചെയ്തിട്ട് പുള്ളിക്കാരൻ എന്ത് പറയും എന്നുള്ളതിൽ ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. ചെയിൻ്റെ അവിടെ നിന്ന് ടെക്കുന്ന സൗണ്ട് പറഞ്ഞു. പുള്ളിക്കാരൻ ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി താ കൊണ്ടുപോകുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. ഇന്നർ സോക്കറ്റിൻ്റെ ബെയറിംഗിലെ കംപ്ലൈൻറ്റ് ഇന്നർ സോക്കറ്റിൻ്റെ കംപ്ലൈൻറ്റ് അറിയാൻ പറ്റും. ഇന്നർ സോക്കറ്റ് ഒന്ന് മാറിയിട്ട് ഓടിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് സൗണ്ട് കേൾക്കണമെങ്കിൽ ഇതിനകത്ത് വന്ന് നമ്മൾ ഡ്രൈവ് ആക്സിലില്ലേ, അതിൻ്റെ ബെയറിങ്ങിന് ചിലപ്പോൾ ഉടക്കണം ചെയ്യണം സൗണ്ടായിരിക്കും ചിലപ്പോൾ കേൾക്കണം. അങ്ങനെ എഞ്ചിൻ കഴിക്കേണ്ടി വരും. അങ്ങനെ എഞ്ചിൻ പൊളിച്ചാലെന്ന് പറയാം. മാറ്റിയെടുത്തോണ്ട് കാണിച്ചിട്ടേ ഇന്നർ സോക്കറ്റ് മാറ്റിയിട്ടൊന്ന് ഓടിച്ച് നോക്കാൻ പറയും. അപ്പോൾ ഞാൻ നേരെ സ്റ്റേജ് സ്പ്രോക്കറ്റ് മാറി നമ്മളെ പുള്ളിയുടെ വർക്ക്ഷോപ്പിലോട്ട് ചെന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ CBRൻ്റെ ഹൃദയം പറിച്ച് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചെയിൻ്റെ ലോക്ക് പോയതായിരിക്കും എന്ന് വിചാരിച്ചപ്പോൾ പുള്ളി ഒരു ചെയിൻ്റെ ലോക്ക് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ ചെയിൻ്റെ ലോക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് പുള്ളിയുടെ കൈ കൊടുത്തപ്പോൾ പുള്ളി മാറി തന്നു. അപ്പോൾ അതൊട്ട് ഓടിച്ച സമയത്ത് സൗണ്ട് ഇല്ലായിരുന്നു, ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പുള്ളിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രോ സൗണ്ട് ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് തിരിച്ചു പോയ സമയത്ത് പിന്നെയും സൗണ്ട് വന്നു. ഇന്നർ സ്പ്രോക്കറ്റ് ഇനി ഒന്ന് മാറിയിട്ട് നോക്കി ഓടിച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.